അപ്പോൾ ഈ പരാതിക്കാരികളെ പറ്റി ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നൊരു മറുപടിയുണ്ട്. അതിൽ പറയുന്നത് ഈ പറയുന്ന പരാതിക്കാരികൾ അല്ലെങ്കിൽ മൊഴി തന്നിരിക്കുന്ന ആളുകളുടെ പരാതി എന്ന് പറയുന്നത് നമുക്ക് മെയിൽ ID വഴിയാണ് റിസീവ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആ പരാതിയിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് മൊഴിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇരകളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിജീവിതകളെന്ന് പറയപ്പെടുന്ന ആ ഒരു ആളുകളുടെ ഭാഗത്ത് നിന്ന് യാതൊരു അപ്ഡേഷനും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന വേടനെതിരെ പരാതി അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനത്തിലെത്താതിരിക്കുന്നതും വേടനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്തിൻ്റെ പേരിലാണ് ഈ വേടനെതിരെ പരാതി കൊടുത്തത്, എന്തായിരുന്നു ആ പരാതിയിലെ ഉള്ളടക്കം, അല്ലെങ്കിൽ എന്തായിരുന്നു ആ പരാതിയുടെ കഴമ്പ്, അതുമല്ലെങ്കിൽ എന്തായിരുന്നു ആ പരാതിയുടെ ഉദ്ദേശം എന്നുള്ള എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ആ പരാതി എന്ന് പറയുന്നത് സംഘിക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള പരാതിയായിരുന്നു. അല്ലെങ്കിൽ ആ സംഘിക്കുട്ടന്മാർ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് വന്നൊരു പരാതിയായിരുന്നു. ആ പരാതിയിൽ കാര്യമായിട്ടുള്ള കഴമ്പുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട്